ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന പഴുത്ത ചക്ക വെച്ചൊരു അടിപൊളി നാലുമണി പലഹാരമാണ്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 പിഞ്ച് ജീരകം, 1 പിഞ്ച് ഏലക്ക, 1 പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2.5 കപ്പ് നന്നായി അരച്ചെടുത്ത ചക്ക ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമ്മൾ ഇനി വെള്ളം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ബാക്കിയുള്ള ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഞാൻ ആ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മാവ് ഇട്ട് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മുക്കി നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയ്ക്ക് മുകളിൽ നമുക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.